ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ജന്മ കടപ്പുറം മുതൽ കൊപ്പൽ ബീച്ച് വരെയുള്ള പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. ഏതാണ്ട് 2 കിലോമീറ്ററോളം വരുന്ന സ്ഥലത്ത് ഇപ്പോൾ പാടെ തെങ്ങുകൾ പൊഴിഞ്ഞുപോയൊരു അവസ്ഥയാണുള്ളത്. തേയിടിച്ചൽ ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസത്തിലധികമായി തുടരുന്ന കടലാക്രമണത്തിൽ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരമുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ അടക്കം തകർന്നതാണ് എനിക്ക് മുന്നിലായി കാണുന്നത്. നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇവിടെ ജന്മാക്കടപ്പുറത്ത് നഷ്ടമായിരിക്കുന്നത്. കുറേ പോയി ആടെ ആ കല്ലിൻ്റെ അടുത്ത് ഞങ്ങൾ ചായക്കട തുടങ്ങിയിട്ട് ആടുന്നല്ല എല്ലാവരും ചായ കുടിച്ചു. ഇന്നിപ്പോൾ ആ തെരാമറിയുന്നിടത്ത് ഇല്ലത് ആ ചായ കട എടുത്തിട്ട് നല്ലോണം തെങ്ങും പോയി, കുറേ സ്ഥലവും പോയി. ഇപ്പോൾ ആ കടയുടെ അടുത്ത് ഞങ്ങൾ ഇത് കടൽ വരും പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഉസറില്ല. ഇത്ര പേര് നമ്മൾ ആക്കിയിട്ട് എൻ്റെ മക്കളാക്കിയിട്ട് ഏകദേശം ഒരു 10-15 പോവും, അതിനെക്കാട്ടിയും പോവും. എന്ത് ചെയ്യൽ, നമ്മൾ ഇങ്ങനെ സഹിച്ച് നിൽക്കുന്നു. എന്ത് ചെയ്യൽ, അത്രയല്ലേ നമുക്ക് പറയാൻ കഴിയും. നമ്മൾ കടയിലോണ്ട് തടുത്തപ്പോൾ ആരുമില്ല. അപ്പോൾ അതിന് വേണ്ട ഒരു പരിഹാരം നിങ്ങൾ ആക്കി തരണമെന്ന് ഞങ്ങൾ പറയുന്നത്. എപ്പോഴും ഈ മഴക്കാലത്ത് തന്നെ വന്നിട്ട് എല്ലാവരും നോക്കുന്നത്. അതിൻ്റെ ശേഷം ആരും തിരിഞ്ഞു നോക്കുന്നില്ല. തിരിഞ്ഞു നോക്കാനെ കൊണ്ടല്ലേ ഇങ്ങനെ ആയത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് എന്താ കാര്യം? ഒന്നും കാര്യമില്ല. ഞങ്ങൾ പറയാനേലും ഞങ്ങൾ എല്ലാ കൊല്ലം ഇങ്ങനെ പറയലെന്ന് ഇങ്ങനെ ഈ മഴക്കാലത്ത് വന്നിട്ട് നോക്കിയിട്ട് പോന്ന്. മഴക്കാലം കഴിഞ്ഞേ പിന്നെ അതിൻ്റെ ഭാഗത്ത് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ പിന്നെന്ത് ചെയ്യൽ? ഞങ്ങൾ സഹിച്ച് നിൽക്കലല്ലേ. മഴക്കാലത്ത് കടലാക്രമണം ശക്തമാകുമ്പോൾ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കാലാകാലങ്ങളിലായി കടലോരം സന്ദർശിക്കുന്നതല്ലാതെ മറ്റു നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. എല്ലാവരും വന്നിട്ട് പോകുന്നതല്ലാതെ അങ്ങനെ ഇതിപ്പോൾ നമുക്കിനി ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്. ടെട്രോപോഡ് പോളിൽ താൽക്കാലികമായിട്ടില്ല. ജിയോ ബാഗൊന്നും നിലനിൽക്കുന്നതേ അല്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഭാഗത്ത് ജിയോ ബാഗ് വെച്ചതാണ്, അത് മൊത്തം നശിച്ചു പോയി. അങ്ങനെ ഇട്ടിട്ട് ഒരു കാര്യമില്ല. ആ ഫണ്ട് വേസ്റ്റായി പോകുന്നതല്ലാതെ ഒന്നുമില്ല. പിന്നെ ഇത് പറയുന്ന മാതിരി ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം 10 കോടി ഈ ബീച്ചിന് വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. 10 കോടിയൊന്നും നമുക്കത് മതിയായില്ല. ഇപ്പോൾ ഈ സ്ഥലം മുതൽ അങ്ങ് തൃക്കണ്ണാട് വരെയെല്ലാം ആക്കണമെങ്കിൽ ഒരുപാട് ഫണ്ട് വേണ്ടി വരും. അപ്പോൾ ഇത് ഇങ്ങനെ കുറേശ്ശെ ചെയ്തിട്ട് നമ്മളെ സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇത് ജീവനും സ്വത്തിനും എല്ലാം ഭീഷണിയാണ്. ഏകദേശം എത്ര സ്ഥലം പോയിട്ടുണ്ട് ഈ കാലയളവിൽ? കുറച്ച് കാലത്തിനുള്ളിൽ ഈ കാലയളവിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം മുമ്പേ കൃത്യമായ അളവ് അതിൻ്റെ ഇത് കണക്കറിയില്ല. അത് ആടെയാണ് കടലുണ്ടായത്. ഇപ്പോൾ എത്തി ഇതടുത്തേക്ക് എത്തി. ഇനി ഈ വരി നമുക്ക് മൊത്തം ആൾക്കാർ താമസിക്കുന്ന വീടാണുള്ളത്. ഇതും പോയാൽ പിന്നെ ആൾക്കാരുടെ ജീവൻ തന്നെ പോയി എന്നാണ് പറയാനുള്ളത്. തെങ്ങെല്ലാം ഒരുപാട് പോയി. വളപ്പൊന്നും ഇല്ല. ആൾക്കാർ സ്വത്തൽ എല്ലാം മൊത്തം പോയി. ഇനി കാണുന്ന വീട് മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടേ തീരും. ഇപ്പോൾ ജന്മ കടപ്പുറം എനിക്ക് തോന്നുന്നത് കാസർഗോഡ് ജില്ലയിൽ വെച്ച് ഏറ്റവും കൂടുതൽ കടൽക്ഷോഭ ഭീഷണി നേരിടുന്ന ദൈർഘ്യമേറിയ ഒരു തീരമാണ്. ഇത്രയും നീളത്തിലുള്ള ഒരു തീരം വേറെ എവിടെയും കടൽക്ഷോഭത്തിൽ ഇത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നതെന്ന് തോന്നുന്നില്ല. അപ്പോൾ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, റവന്യൂ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ഫിഷറീസ്, ഇറിഗേഷൻ എല്ലാ വകുപ്പുകളുടെയും ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിരുന്നു. അപ്പോൾ കാലാകാലങ്ങളായി അവരൊക്കെ സന്ദർശിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു സ്ഥായിയായ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ തീരദേശവാസികൾ ആശങ്കയിലാണ്. വർഷം തോറും കടലിങ്ങനെ കരയിൽ കയറി വരികയാണ്. തീരെ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപഭാവിയിൽ തന്നെ ഇവിടെ താമസിക്കുന്ന എല്ലാവരുടെയും വീടുകളും വസ്തുക്കളൊക്കെ നഷ്ടപ്പെടും എന്നുള്ള ആശങ്കയിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, നിർബന്ധമായ ആവശ്യം എന്ന് പറയുന്നത് ചെല്ലാനം മാതൃകയുള്ള ഒരു ടെട്രാപോഡ് നിർമ്മിക്കണം എന്ന് തന്നെയാണ്. അതിൽ നിന്നൊട്ടും പുറകോട്ട് പോകാൻ കഴിയില്ല. കാരണം മറ്റ് താൽക്കാലികമായ സംവിധാനങ്ങൾ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ജിയോ ബാഗ് നിരത്തുന്നുണ്ട്. ക്ലബ്ബുകളുടെയൊക്കെ പരിസരത്തുള്ള ക്ലബ്ബുകളൊക്കെ മറ്റ് ചാക്കുകളൊക്കെ മണൽച്ചാക്കുകളൊക്കെ നിരത്തി ഒരു താൽക്കാലികമായ കടൽ ഭിത്തി നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു പരിഹാരമല്ല. അപ്പോൾ നമുക്ക് സ്ഥായിയായ ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി അധികൃതരുടെ കണ്ണു തുറക്കണമെന്നാണ് പറയാനുള്ളത്. സുരക്ഷയ്ക്കായി കൊണ്ടിട്ട കൽഭിത്തി അടക്കം തകർത്തുകൊണ്ടാണ് ജന്മാക്കടപ്പുറത്ത് കടലാക്രമണം തുടരുന്നത്. ഇവിടെ അടിയന്തരമായും പരിഹാരം ആവശ്യപ്പെടുകയാണ് നാട്ടുകാർ. ജിയോ ബാഗ് പോലെയുള്ളവ ഇവിടെ ശാശ്വതമല്ലെന്ന് വർഷങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഇവിടെ ടെട്രോപോഡ് പോലുള്ള സംവിധാനം വേണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം
കാസർഗോഡ് ജന്മാക്കടപ്പുറത്ത് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.